ഷഫാത്തിന്റെ മകനാണ് എലീശ. ഷഫാത്ത് ആ പട്ടണത്തിലെ, ആ പഞ്ചായത്തിലെ ഏറ്റവും സമ്പന്നനായൊരു മനുഷ്യനാണ്. ഷഫാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നല്ലവനെന്നാണ്. നല്ലവനെന്നാണ്, ദൈവത്തിൻ്റെ മുമ്പാകെ നല്ലവനായി ജീവിക്കുന്നവൻ എന്നാണ് അവൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഷഫാത്ത് നല്ലവനാണ്, സമ്പന്നനാണ്. പക്ഷെ അപ്പം തന്നെ ഒരു കൃഷി സ്ഥലത്തിൻ്റെ ഓട്ടമസ്ഥനുമാണ്. കൂലിക്കാർ ധാരാളം ഉണ്ടെങ്കിലും അവനൊരു കർഷക മനോഭാവത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തൻ്റെ മകനെ ഒരു കർഷകനാക്കാൻ വേണ്ടി വേർതിരിച്ചവനാണ്. ആ കർഷകനായിരിക്കുന്ന ഷഫാത്ത് എലീശയെ കർഷക പ്രവൃത്തിയിലേക്ക് വിടുകയാണ്. അപ്പോൾ അവൻ്റെ സ്വപ്നങ്ങൾ എവിടെയാണെന്നറിയാമോ? പറഞ്ഞേ, അവൻ്റെ സ്വപ്നം അപ്പൻ്റെ വയലിലാണ്. നന്നായി, ഇതിനൊക്കെ ഒരു ആമേനങ്ങ് പറഞ്ഞേക്കണേ. എല്ലാം ഒരു ഡെപ്തുള്ള സംഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ ഓരോ പദം ഞാൻ പറയുന്നത്. അവൻ ഫോക്കസ് ചെയ്യുന്ന എവിടെയാ? അപ്പൻ്റെ വയലിലാണ്. അപ്പന് വിശ്വസ്തനായ മകൻ അപ്പൻ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യുന്നു. അവൻ്റെ മുഴുവൻ ദൃഷ്ടിയും വയലിലാണ്. അവൻ വയലിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ലോകത്തെക്കുറിച്ച് അവൻ അറിയത്തില്ല. വയൽ വിട്ടുള്ള ജീവിതം അവൻ അറിയത്തില്ല. വയലിനപ്പുറത്തുള്ള സംഭവം അവൻ അറിയത്തില്ല. അവനെ ഏൽപ്പിച്ച ദൗത്യവുമായി അവൻ വയലിൽ മാത്രം നിൽക്കുകയാ. സത്യം പറഞ്ഞാൽ വയലുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുക അവൻ. അവൻ്റെ സ്വപ്നത്തിനകത്ത് പോലും മറ്റൊരു പട്ടണം അവനില്ല. അവൻ്റെ സ്വപ്നത്തിനകത്ത് പോലും മറ്റൊരു ദേശം അവനില്ല. കർഷകനായി ജനിച്ചു, കർഷകനായി മരിക്കണം എന്ന ഒരു സ്വപ്നവും താണ്ടി നിൽക്കുമ്പോഴാ ഒരു മനുഷ്യൻ വരികയാ. അവനെ ഇവ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. എന്തുകൊണ്ടെന്നാൽ 11 കാളയോട് കൂടെ ഇവനും കൂടെ ചേർന്ന് ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ, 12ാമനായി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വരുന്നു. അവൻ വരുന്നത് കാണുന്നില്ല. അവനോട് ആത്മാവ് പറഞ്ഞു, ചാടടാ ചെളിയിലോട്ടെന്നോ. അവൻ ചെളിയിലോട്ട് ചാടി. കാലെ ചെളി പറ്റി പിടിച്ചുകൊണ്ട് അവൻ നടന്ന് അടുത്തോട്ട് ചെന്നിട്ട് ഈ പുതപ്പെടുത്ത് അവൻ്റെ ദേഹത്തോട്ട് ഇട്ട ഉടനെ ഞാൻ ആ ഭാഗത്തെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാ. പുതപ്പ് വീണ ഉടനെ കലപ്പ അവൻ്റെ ദേഹത്തിൽ നിന്ന് മാറി. കാളയുടെ ആ പിടിക്കുന്ന ചരട് അവൻ്റെ കയ്യിൽ നിന്ന് മാറി. പുതപ്പിൽ വ്യാപരിച്ച മഹത്വം അപ്പ തന്നെ അവൻ്റെ ദേഹത്തേക്ക് വ്യാപരിക്കുകയാ. ഇന്ന് പകൽ കർത്താവ് ചിലരോട് പറയുന്നു, നീ എന്ത് ചെയ്യണം, എവിടെ നിൽക്കണം, എങ്ങനെ ഓടണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, മഹത്വമാണ് നീ തീരുമാനിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ